ഇപ്പം എത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡിലുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ 77-ലാണ് ആദ്യമായിട്ട് ഞാൻ ഈ മനോഹർ തീരം എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ IV ശശിയുടെ അതിൽ ഞാൻ മധു സാറിൻ്റെ മാനേജറായിട്ട് ഒരു റോളിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അങ്കക്കുറി, ഇരുമ്പഴികൾ, ഇങ്ങനെ ധാരാളം പടങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു. ഈ ഇരുമ്പഴികളൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് 78-ലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇരുമ്പഴികളിലൊക്കെ അഭിനയിക്കുന്നത്. ഇരുമ്പഴികളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഏതാണ്ട് ഈ കൊച്ചിൻ ഹനീഫയാണ് എനിക്ക്. കൊച്ചിൻ ഹനീഫ മരിച്ചിട്ടിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ഒരു വർഷം തികഞ്ഞു. അതിൻ്റെ അനുസ്മരണ യോഗത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഹനീഫ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രീഡിഗ്രി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ രാവിലെ കച്ചേരിപ്പടിക്ക് മുന്നേ ഉള്ള ആ മാതാ മിൽ സ്റ്റോഴ്സിൻ്റെ അവിടെ അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കും കാലത്തെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് നടന്ന് കോളേജിലേക്ക് പോകുന്നു വരുന്നു. അങ്ങനെ ഒരു 66 തൊട്ടുള്ള ഞങ്ങളുടെ ആ വളരെ അടുത്ത ബന്ധം. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ നാടകങ്ങളിൽ ഈ ഇവിടെ ഒരു പൊന്നൻ നിൽക്കുന്ന ശേഷം നാടകങ്ങൾ അത് ഇതിലൊക്കെ സഹകരിക്കുകയും അങ്ങനെ തുടർച്ചയായിട്ടൊരു കലാപരമായ കാര്യങ്ങൾ ഹനീഫയായിട്ടുള്ള അടുപ്പത്തിലാണ്. ഒരു 1971 ഒരു ഇൻ്റർ കോളേജ് മത്സരം ഉണ്ടായിരുന്നു UC കോളേജിൽ വെച്ചിട്ട്, ആലുവ UC കോളേജ്. ആ UC കോളേജിൽ വെച്ചിട്ട് അതിൽ എനിക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ പ്രൈസ് കിട്ടിയത് അന്ന്. അപ്പോൾ അതിനുശേഷം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് വേറെ നാടകം സത്താർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നാടകം കൊച്ചിൻ ഹനീഫ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ നാടകങ്ങൾ ഞാൻ അഭിനയിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു. ഒരു കോഴിക്കോട് വിക്രമൻ നായരുടെ ഒരു നാടകമായിരുന്നു. ആ നാടകത്തിൽ അതിനായിരുന്നു എനിക്ക് ബെസ്റ്റ് ആക്ടറുടെ പ്രൈസ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് പിന്നെ ഞാൻ കൂടുതലും ഞാനിങ്ങനെ അമച്വർ നാടകങ്ങൾ ധാരാളം അഭിനയിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം പിന്നെ അമച്വർ നാടകങ്ങൾ ഇങ്ങനെ ധാരാളം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ കാലടി ഗോപിയുടെ ഒരു ട്രൂപ്പിൽ പെരുമ്പാവൂർ നാടകശാലയിൽ ഞാൻ പരിചയമാകുന്നത്. അവിടെ ഞാൻ ആ ട്രൂപ്പിൽ 2 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചു. അതിലാദ്യം ഞാൻ പോയി അഭിനയിച്ച ഒരു രസ്ന എന്ന് പറയുന്ന നാടകമാണ്. അതിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആ നാടകത്തിൻ്റെ കോമേഡിയനായിട്ട് അഭിനയിക്കുന്നത് കുതിരവട്ടം പപ്പു. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുതിരവട്ടം പപ്പു 1972 പപ്പു സിനിമാ ലോകത്തേക്ക് കടന്നു. അപ്പോൾ അവിടെ വേക്കൻസി വന്നു, അവിടെ സിനിമയുടെ കൊമേഡിയൻ്റെ വേക്കൻസി വന്നു. പിന്നെ തിരിച്ച് ആ വേഷത്തിൽ വരുന്നത് മാള അരവിന്ദനാണ് 72. അതിപ്പോൾ പിന്നെ ഞാൻ അതിലൊരു വർഷം ഞാൻ ആ രംഗം എന്ന് പറയുന്ന നാടകത്തിലും ഞാൻ ഒരു വർഷം ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 73 LICയിൽ ജോയിൻ ചെയ്തു. LICയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്നൊക്കെ ഞാൻ പതുക്കെ ഒന്ന് മാറി. പിന്നെ അതിനുശേഷം പിന്നെ ഇവിടെ അടുത്ത കാലത്തുള്ള ഈ തെസീന എന്ന് പറയുന്ന നാടകം ഈ ഡോൺ ബോസ്കോ തിയേറ്റേഴ്സിൻ്റെ ഓറട്ടറിയിൽ തട്ടാഴത്ത് അവിടെ ഒരു ഫാദർ ലൂയിസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു നാടകമൊക്കെ അരങ്ങേറുമായിരുന്നു. അത് കുറേ കാലം അത് പല ട്രൂപ്പുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. പിന്നെ MS തൃപ്പൂണിത്തറയായിട്ട് തമ്പുരാൻ എന്ന് പറയുന്ന നാടകത്തിൽ എൻ്റെ അച്ഛനായിട്ട് MS തൃപ്പൂണിത്തറ അഭിനയിച്ചുകൊണ്ട് അങ്ങനെ അത് കുറച്ച് നാൾ നാടകം ഞങ്ങൾ കളിച്ച് നടന്നിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ നടന്നതിന് ശേഷമാണ് ഈ 77 ഇങ്ങനെ IV ശശിയായിട്ട് ഒരു അടുപ്പം ഉണ്ടായത്. അത് IV ശശിയായിട്ട് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 4 പേരും കൂടിയാണ് ആദ്യമായിട്ട് IV ശശി പോയി കണ്ടത്. ഞാൻ, ജോൺ പോള്, പിന്നെ ഡെന്നിസ്, പിന്നെ കിത്തോ ആർട്ട് ഡയറക്ഷൻ, ഈ 4 പേരും കൂടിയാണ് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ 77 പോയി കണ്ടത്. അപ്പം ഞങ്ങളുടെ 4 പേരുടെ ആവശ്യങ്ങൾ എനിക്ക് അഭിനയിക്കണം, ജോൺ പോളിന് ഡെന്നിസിനും സ്ക്രിപ്റ്റ് എഴുതണം, കിത്തോയ്ക്ക് കലാസംവിധാനം നിർവഹിക്കണം. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ എനിക്ക് ഒരു ചെറിയ വേഷം പുള്ളി തന്നു. ഈ മനോഹർ തീരം എന്നുള്ള പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ജോൺ പോളും കല്ലൂർ ഡെന്നിസും കൂടിയാണ്. അതിൽ ഈ ആർട്ട് നിർവഹിച്ചത് കിത്തോയാണ്. എല്ലാവർക്കും കിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ എനിക്കൊണ്ട് ജോൺ പോളും ഡെന്നിസ് എല്ലാം നിലയുറപ്പിച്ചു, കിത്തോയും നിലയുറപ്പിച്ചു. ഞാൻ പിന്നെ ഇടക്കും തലക്കുമായിട്ട് ഇങ്ങനെ
വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കാരണം കൂടുതൽ ഈ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടും അങ്ങനെ സിനിമയുടെ പുറകെ പ്രത്യേകിച്ച് കൂടുതലും ഇപ്പോഴാണല്ലോ നമ്മൾ എറണാകുളത്തുള്ള ഷൂട്ടിങ്. അന്ന് നമുക്ക് എറണാകുളം എന്നുള്ള ഷൂട്ടിങ്ങേ ഇല്ല. വല്ലപ്പോഴും ഷൂട്ടിംഗ് ഉണ്ടാവും, ഔട്ട്ഡോർ വല്ല ഇവിടെ വരുമല്ലാതെ. പക്ഷെ പ്രധാനമായിട്ടുള്ള ജോലി ഡബിങ്ങും എഡിറ്റിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്രാസിലാണ്. അപ്പോൾ മിക്കവാറും തന്നെ മദ്രാസിൽ അങ്ങനെ സ്ഥിരമായിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ ജോലി ലീവ് എടുത്ത് പോവുക, രണ്ടാമത് ലീവ് എടുക്കുക മാത്രമല്ല ഒരു പെർമിഷൻ, ഓരോ പ്രാവശ്യം നമ്മൾ പെർമിഷൻ മേടിക്കുക. പെർമിഷൻ കിട്ടാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റാതെ വരിക. ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് മോശം ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ എന്തുമാത്രം എളുപ്പമായി. ഇപ്പൊ എറണാകുളത്ത് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എറണാകുളത്ത് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഷൂട്ടിംഗ് എവിടെ ആവാം, ഡബിങ് എഡിറ്റിങ് എല്ലാ പരിപാടിയും ഇപ്പൊ എറണാകുളത്ത് തന്നെ. ഒരുപാട് സ്റ്റുഡിയോകൾ, ഒത്തിരി സൗകര്യങ്ങളായില്ലേ ഇപ്പോൾ. പണ്ടൊക്കെ ഇപ്പൊ ഇരുമ്പഴികളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അതിന്റെ ഡബിങ്ങിനെല്ലാം ഞാൻ പോകുന്നത് മദ്രാസിലാണ്. മനസ്സിലായില്ലേ? ഇരുമ്പഴികൾ, അടിമച്ചങ്ങല, അങ്ങനെ ഒത്തിരി പടങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം അങ്കക്കുറി അല്ലെങ്കിൽ ഇലവും കൂടുദേശം, എനിക്ക് തോന്നി ഇത്രയും കാലം വരെ എല്ലാം അവിടെ തന്നെ ആയിരുന്നു. എനിക്കൊണ്ടൊരു 10 വർഷം മുൻപ് വരെ മദ്രാസ് തന്നെ ആയിരുന്നു മിക്കവാറും. അതിനുശേഷമാണ് എറണാകുളത്ത് പ്രത്യേകിച്ച് റിയാൻ, ലാല് ഇവിടെയൊക്കെ വന്നതിന് ശേഷമാണ് ഇതിന്റെ സൗകര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറിയത്.